സിൽവർ ലൈൻ പദ്ധതിയുടെ പ്രാഥമിക ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയുമായാണ് കേരള MD അജിത് കുമാർ ചർച്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ള ആദ്യ പ്രതികരണം എന്താണെന്ന് നോക്കാം. Communication ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. We had some initial discussions. We will continue with the meetings. കഴിഞ്ഞു സർ, ഇന്നത്തെ ചർച്ച കഴിഞ്ഞാണോ? We had some initial discussions. ആ ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി ചർച്ച കണ്ടിന്യൂ ചെയ്യും. ഈ DPR സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ഇപ്പം മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും എൻ്റെ കയ്യിലില്ല. ഓക്കെ, തുടർ ചർച്ചകൾ ഉണ്ടാകും. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് തീർന്നു. ശരി, ഓക്കെ, ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കണ്ടിന്യൂസ്. ശരി, റിയ ബേബി ഉണ്ട്. റിയ, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമൊന്നുമല്ല, നാട്ടുകാരുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നൊന്നും പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. ഇത് വേണ്ട രീതിയിൽ ആദ്യഘട്ട ചർച്ച നടത്തുന്നു വിശദമായി പറഞ്ഞാൽ മതി. പ്രതികരിക്കാൻ പോലും മടിയായിട്ടാണ് MD ഓടുന്നത്. അപ്പോൾ പ്രാഥമിക ഘട്ട ചർച്ച വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം നീണ്ടു നിന്നു. ഇനി തുടരും അല്ലേ? പ്രതീക്ഷയോടെ തുടരും എന്ന് തന്നെ കരുതാം. 9:45 കേരള MD അജിത് കുമാർ ഓഫീസിലെത്തുകയും റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയുമായി ചർച്ച ആരംഭിക്കുകയും ചെയ്തത്. 10:30 അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. 45 മിനിറ്റ് നീണ്ടു നിന്ന ചർച്ചയായിരുന്നു കേരള MDയും റെയിൽവേയുമായി ഇത് നടത്തിയത്. പോസിറ്റീവാണ്, തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിനുശേഷം പോസിറ്റീവാണെന്നൊരു മറുപടി കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. അതായത് ഈ കാര്യത്തിൽ DPRമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി തുടർ ചർച്ചകൾക്ക് കേരളയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതായത് റെയിൽവേ മുന്നോട്ട് വെച്ചിരിക്കുന്ന DPRലെ മാറ്റങ്ങളിൽ അത് അടിമുടി തള്ളുകയല്ല കേരളയിൽ ചെയ്യുന്നത്, അതിൽ തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് കേരളയിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം ആ നിലപാടിൽ നിന്ന് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ DPRലെ അടിമുടി മാറ്റമെന്ന റെയിൽവേയുടെ നിർദ്ദേശം പാടെ തള്ളിക്കൊണ്ടുള്ളൊരു ചർച്ച ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ DPRൽ മുന്നോട്ട് വെച്ച ചർച്ചകളിൽ കേരളയിൽ ഒരു കൂടിയാലോചനയിലേക്ക്, ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്ന് വേണം നിഗമനത്തിലെത്താൻ. എന്തായാലും 45 മിനിറ്റ് നീണ്ടു നിന്ന ആദ്യഘട്ട DPRന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ നിർണായകമായ ചില മാറ്റങ്ങൾ കേരളയിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് വേജിനടക്കമുള്ള കാര്യങ്ങളിൽ, വേഗതയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ പാരിസ്ഥിതിക ആഘാതവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ള മാറ്റം, അത് സിൽവർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആദ്യഘട്ട പദ്ധതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുള്ള, അടിമുടി മാറ്റങ്ങളുള്ള നിർദ്ദേശങ്ങളാണ് എന്ന് തന്നെ പറയണം. കാരണം 200 കിലോമീറ്റർ വേഗതയിൽ സെപ്പറേറ്റായി സഞ്ചരിക്കുന്ന ഒരു പാത, അത് കേരളത്തിന് വേണ്ടിയുള്ള ഒരു പാത എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടത്. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പാത. പക്ഷേ റെയിൽവേ മുന്നോട്ട് വെച്ചത് വന്ദേ ഭാരതിനും ഗുഡ്സ് ട്രെയിനും അടക്കം സഞ്ചരിക്കാൻ കഴിയുന്ന, നിലവിൽ വന്ദേ ഭാരത് സഞ്ചരിക്കുന്ന 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാത എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക? മറുവശത്ത് പ്രതിഷേധങ്ങളുണ്ട്, കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്, സമരസമിതിയുടെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഇന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അത് കേരളത്തിന്റെ വികസനത്തിന് ചേരുന്ന പദ്ധതിയല്ല എന്ന് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധം ശക്തമാക്കുന്നത്. DPRൽ മാറ്റം വരുത്തിയാൽ പിന്നെ എന്തിന് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്ന ചോദ്യം സമരസമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം 3-4 ലൈനുകൾ നിർദ്ദിഷ്ട സർവേ റെയിൽവേ ആരംഭിക്കുന്നുണ്ട്. അതിന് സമാനമായ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് പണം മുടക്കി എന്തിനെന്ന ചോദ്യം DPRൽ മാറ്റം വരുത്തുന്നുവെന്ന പോയിന്റിൽ നിലനിൽക്കുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ പദ്ധതിയുടെ തുടർ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. ഔദ്യോഗികമായി DPR സംബന്ധിച്ച എന്തൊക്കെ ചർച്ച നടന്നു എന്ന കാര്യത്തിൽ റെയിൽവേയോ കേരളയിലോ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, നടന്നത് എന്നുള്ളതാണ് കേരള MD അജിത് കുമാറിന്റെ പ്രതികരണത്തിൽ നിന്നും പറയുന്നത്. തുടർ ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്, നിലവിൽ ഇത് പോസിറ്റീവാണ് എന്നുള്ളതാണ് അജിത് കുമാറിന്റെ പ്രതികരണം.